അങ്ങനെ ചേച്ചിയെ തിയേറ്ററിലോട്ടൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ചാണ് പോയത്. പെട്ടെന്ന് സിസേറിയൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും മൊത്തത്തിലാകെ ഡള്ളായി. അതിൻ്റെ കൂടെ ചേച്ചി നല്ല കരഞ്ഞ് നല്ല ഇതായിട്ടൊക്കെയാണ് പോയത്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം ഉണ്ടെങ്കിൽ പോലും ചേച്ചി ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഭയങ്കരമായിട്ട് വറീഡാവും. അപ്പോൾ ചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ഞങ്ങളെല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ആരെങ്കിലും ഒരാളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ കരയും എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലൊക്കെയാണ് ഞങ്ങളവിടെ നിന്നത്. എല്ലാവരും ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ കഥാനായകൻ്റെ വരവ്. അമ്മ ചേട്ടൻ കൊടുക്കുമോ? കാണിച്ചമ്മ, താത്ത കാണിച്ചമ്മ, താത്ത കാണിച്ചമ്മ, നോക്കടാ കുക്കിരി, കുക്കിരി കണ്ടടാ, നീ നോക്കുന്നടാ, കുക്കിരി നോക്കുന്നടാ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എന്താ സങ്കടമാണോ ഈ പൊന്നോ? അച്ഛൻ നോക്കിയില്ലെങ്കിലും മാമ നോക്കി. സങ്കടം, ഭയങ്കര സങ്കടം. താത്ത് കാണിച്ചപ്പെട്ടാ കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാവ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുകാണ്ട് നാല് കിടന്ന് നുണഞ്ഞോണ്ട് കിടക്കുക. ഗൈസ്, അപ്പം മാമനും മോനും സെറ്റായിരിക്കുകയാണ്. പെങ്കൊച്ചിനെ മതി, ആങ്കൊച്ചിനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാകുന്നു. വിശപ്പിന്റെ ഗുഡൻസ് ഇപ്പോഴല്ലേ മനസ്സിലായി. അവര് വയറ് നിറച്ച് പാല് കൊടുത്ത് ഗ്യാസും തട്ടിയിട്ടാ കൊണ്ട് തന്നത്. മൂത്രം ഒഴിച്ചോ? ഇതെപ്പോഴും കാണണം കേട്ടോ. ഇത് ഈ അവസരത്തിൽ നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സന്തോഷം. ഹാപ്പി ഇല്ലേ ചേട്ടാ? ചേട്ടൻ പിന്നെ ആലോചന പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. എന്തോ കുഞ്ഞാവേ, എന്ത് കുഞ്ഞാവ് വേണമായിരുന്നു? ആണ് മതിയായിരുന്നു. കിട്ടിയോ? ഫ്രണ്ടിനെ കിട്ടിയോ? അനിയനെ കിട്ടിയോ? ജൂനിയർ എന്തോ എന്തോ കയ്യിൽ പിടിച്ചിട്ട് സ്കൂളിലൊക്കെ പോവോ? കൊണ്ടുപോവോ? ഉറപ്പാണോ? ജീപ്പ് കൊടുക്കുവോ? ജീപ്പ് ഇരുത്തി ഓടിക്കുവോ? കളിപ്പാട്ടം കൊടുക്കുവോ? പാപ്പം കൊടുക്കുവോ? കൊടുക്കണം. ചുമ്മാ ഇതെല്ലാം കൊടുക്കണം. പറ്റുന്ന രീതി കൊടുക്കുന്നത്.
വെൽക്കം ബാക്ക്. തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അങ്ങനെ ആദ്യമായിട്ട് അമ്മയും മോനും സെറ്റായിരിക്കുകയാണ്. ആദ്യമായിട്ടില്ലേ ഇങ്ങനെ അടുത്ത് കിടക്കുന്നത്? പ്രസവിച്ചിട്ട് ആദ്യമായിട്ട് അടുത്ത് കാണുന്നതും അടുത്ത് കിടക്കുന്നതും തൊടുന്നതും ഉറങ്ങുന്നതും. ഞങ്ങള് 2 പാത്രങ്ങളായി തിരിഞ്ഞായിരുന്നു വന്നപ്പോൾ. എടുത്ത് പൊതിക്കുള്ളൂ. ഈ ലൈറ്റ് വേണമെങ്കിൽ വളരെ മനോഹരമായ ആചാരങ്ങളിലൊന്നാണ്. എന്റെ ഭാഗത്തോട് പനി നീര് തളിച്ചിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ചേച്ചി നല്ല ഓക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്നതിന് ശേഷം ഒരു ഇത്തിരി പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നമല്ല, ഞങ്ങളെ സംബന്ധിച്ച് അത് ഇത്തിരി വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുഞ്ഞിന് ചെറുതായിട്ടൊരു ഇതുണ്ട്, മഞ്ഞയുടെ ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ലൈറ്റിൽ വെച്ചു. ആകെ ഒത്തിരി മൂഡ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റ്സ് മാത്രമാണ് ഞങ്ങളത് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാണ്ട് അധികമൊന്നുമില്ല വീഡിയോയ്ക്കകത്ത്. ഈ പറഞ്ഞ ചെറുക്കനുണ്ടല്ലേ, ചെറുക്കൻ വയറ്റി കിടന്ന സമയത്ത് എന്റെ സൗണ്ട് ഭയങ്കര ആലോചകമായിരുന്നു. എന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് ഇവൻ പിന്നെ അനങ്ങത്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. അപ്പോഴേ ഞാനിത് പറയായിരുന്നു, ഏറ്റവും കൂടുതൽ നീ എന്റെ കയ്യിലായിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്റെ സൗണ്ട് ആയിരിക്കും. എന്റെ കാണുന്നത് നിന്റെ മോന്റെ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്റെ മുഖമായിരിക്കും അല്ലേ? അന്നേ ഞാൻ പറഞ്ഞതാ. അതെ, നമ്മുടെ കുഞ്ഞുവാവ ഉറക്കത്തിലാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഉറക്കമാണ് ഈ ഉറങ്ങുന്നത്. എന്നോട് എന്തോ പ്രത്യേകമായിട്ടൊരു ദേഷ്യമുണ്ട്. എനിക്കിട്ടാ പണി തരുന്നത്. എന്താണ് പരിപാടി? ഞാൻ ബിഗ് ബോസ് കാണും. ഇവിടെ എന്താ പരിപാടി? ഇല്ല മുത്ത് പാല് കുച്ചനേ ഇല്ല. അപ്പം നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മുടെ ഡിസ്ചാർജ് ഡേ ആണ്. ഞാനിങ്ങനെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിക്കവറി ആയിട്ടൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഒക്കെ കുറേ മിസ്സിങ് ആണ്. കുറേ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദമായിട്ട് നമ്മൾ പറയുകയായിരിക്കും. എല്ലോഫാണ്. ആകെ കുഞ്ഞാവയുടെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞാവിടെ കിടപ്പുണ്ട്, നമ്മുടെ വെയിൽ കിട്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ അപ്പൂനെ ഇവിടെ വയ്ക്കണം. അപ്പോൾ വർക്കിന് വയ്ക്കാം. അപ്പോൾ വന്നിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബില്ലെല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്ത്. അപ്പം ഇനിയിപ്പോൾ അപ്പു വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയാണ് പോകാൻ നിൽക്കുന്നത്. രാവിലെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു വെറൈറ്റി പിടിച്ച് രാത്രി കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിട്ടത്തേക്ക് നമുക്ക് മാറ്റിയത്. വൈകുന്നേരം വരെ സുരേഷിനെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കാവടിയിൽ വന്ന പ്രസവം വല്ലാത്തൊരു പ്രസവം. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ വീഡിയോക്കകത്ത്. പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ളതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ലല്ലോ. അത് എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. എടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കാനായിട്ട് ഒരാളെ വെളിയിൽ നിർത്തേണ്ടി വന്നേനെ. എന്നിട്ട് ഞങ്ങൾ തന്നെ ഓടിക്കുകയും ചെയ്തേനെ. ആ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണക്കാരാണ്. നമുക്കിങ്ങനെ ഒരു വിഷമം വന്ന് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ. പറ്റുന്നില്ല. കുറെയൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് ഇതാക്കാനും കൊണ്ട്, എന്നാലും അത് അങ്ങോട്ട് വരുന്നില്ല. അങ്ങോട്ട് ഫോൺ കഴിഞ്ഞോട്ട് എടുക്കുമ്പോഴത്തേനും ഒരു മടി പോലെ. പക്ഷെ നമ്മളിതെല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ എന്ന് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, വീട്ടിൽ പോ.
പോട്ടെ. അയ്യോ പോയി സന്തോഷമായിട്ട് പോ കേട്ടോ. കുഞ്ഞിനെ നല്ലപോലെ നോക്കണം, സന്തോഷമായിട്ട് ഇരിക്കെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സർവീസ്. മറ്റേ സിസ്റ്റർമാരൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഞാൻ മറ്റേ ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് ഉറക്കമായിരുന്നു. അപ്പം ആരും കാണാൻ പറ്റിയില്ല. അവരെല്ലാം ഡ്യൂട്ടി ആയിട്ട് പോയി. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കെയർ ചെയ്തേര്, സ്നേഹിച്ചേര്. ഓക്കെ, കുഞ്ഞിനെ നല്ലപോലെ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ് ഗൈസ്. ചേച്ചി നോക്കി, ചേച്ചി ആൾ നല്ല ഹാപ്പിയാണ്. ഇത്രയും ദിവസം ഭയങ്കര മൂടിയായിരുന്നു, ഭയങ്കര ഒരുമാതിരി ചെയ്തായിരുന്നു. ഈ ഹോസ്പിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കടമ്പ തന്നെയാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുന്നിടം വരെ വല്ലാത്തൊരു ഫീലാണ്. വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ആളെ നല്ല ഹാപ്പി ആയത്, നല്ല ചിരിച്ച് സന്തോഷിച്ച് കണ്ടത്. പിന്നെ ചേച്ചി വയ്യായിരുന്നു, അതാണ് സത്യം. വയ്യായിരുന്നു, വയ്യായ്മയൊക്കെ ഏകദേശം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു, കുഞ്ഞാവയും കൊണ്ട് ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്നു. വെൽക്കം ഹോം. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല രാത്രിയായിരുന്നു ഗൈസ്. പിന്നെ ചേച്ചിയുടെ വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് വേണം കുഞ്ഞിനെയും കൊണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറാനെന്ന്. അങ്ങനെ ചേച്ചിയുടെ ആ ആഗ്രഹം സാധിച്ചുകൊണ്ടാണ് കുഞ്ഞാവയും കൊണ്ട് വീട്ടിനകത്തോട്ട് കയറുന്നത്. ഞാനും ചേട്ടനും പുറകെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീട്ടിൽ ഇങ്ങനെയൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സ്നാക്സ് ഡോക്ടർ തന്നുവിട്ട സ്നാക്സ്. ഇത് പഞ്ഞി മറ്റേ മരുന്ന് കഴിക്കാനൊക്കെ. ഇത് പോയിട്ടുണ്ട്. സ്പിരിറ്റ് സർവീസ് തന്നുവിട്ടിട്ടുണ്ട്. ചില്ലാവൻ ഇതും അവിടെ ചെണ്ടമേള. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ചെണ്ടമേളം, കൊരവ, കൊട്ട്, ബഹളം. ഇത്ര നേരം വാവിട്ട് കരഞ്ഞവന്റെ സൗണ്ട് പോലും കേൾക്കാനില്ല. എവിടെ അവന്റെ സൗണ്ട്? അല്ലെങ്കിലും മാമനും മോനും അങ്ങനെയാണല്ലോ. അങ്ങനെ ചേച്ചിയും കുഞ്ഞുമൊക്കെ ഓക്കെയാണ്. ചേച്ചി നല്ല ഓക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ ബൈ ഗൈസ്.